ഞാൻ 3:30 മണിക്ക് രാവിലെ എഴുന്നേറ്റതാണ്. 5 മണിക്ക് എനിക്ക് ഇവിടെ നിന്നും ഫോൺ കോൾ വന്നു. അപ്പോൾ 5 മണിക്ക് ഇവിടെ കുറേ പേര് വന്ന് കൂടിയിട്ടുണ്ട്. ഞാൻ വരാൻ നിശ്ചയിച്ചിരുന്ന സമയം 7 മണിയാണ്. പലരുടെയും കണ്ണുകളിലേക്ക് നോക്കിയപ്പം എല്ലാവരെയും ഉറക്കം മാടി വിളിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി, പലരും പകുതി ഉറക്കത്തിലാണ്. അപ്പം ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരുമ്പം ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ പറ്റിയ ചേരുവകളൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കാനൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. ഒത്തിരി വലിയ പ്രതീക്ഷയാണ് നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള ഭാവി സംബന്ധിച്ച്. ആ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ്. ഒരു വലിയ പ്രതിസന്ധിയിൽ വീറോടെ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിച്ചവരായ അനേകം പിതാക്കന്മാർ 1912 മുതൽക്കാണ് നമുക്കിടയിൽ ഭിന്നതയുടെ വിത്ത് പാകി അത് ഫലം കണ്ടത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പരിശുദ്ധനായ കൊച്ചു തിരുമേനിയുടെ, പരിമല തിരുമേനിയുടെ കാലത്ത് തന്നെ ഭിന്നതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. 2 സന്ദർഭങ്ങളിൽ അന്നത്തെ നേതൃനിരയിലുള്ള പിതാക്കന്മാർ ഈ സിംഹാസനത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഒരു സംഭാഷണത്തിൽ പരിശുദ്ധനായ കൊച്ചു തിരുമേനി ഒന്നും മിണ്ടുന്നില്ല. അപ്പം പുലിക്കോട്ടിൽ വലിയ തിരുമേനി മുതൽക്ക് എല്ലാവരും ചോദിച്ചു, ആബുവിനെന്താ ഒന്നും മിണ്ടാത്തെ? അപ്പം തിരുമേനി കൽപ്പിച്ചു, ഞാൻ ഇതുവരെ സംസാരിച്ച് പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. മറ്റൊരു സന്ദർഭത്തിലും ഇതുപോലെ തന്നെയുള്ള ഈ വിത്തുമായി ബന്ധപ്പെട്ട് സംസാരമുണ്ടായി. ഇടയ്ക്ക് വെച്ച് തിരുമേനി എഴുന്നേറ്റ് മുറിയിൽ പോയി വാതിലടച്ചു. ഇതൊരു ഓറൽ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഒരു ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ 12 അത് പ്രാവർത്തികമായി. അവർ വളരെ പ്രാഗൽഭ്യമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്, നിയമമറിയാവുന്നവരാണ്, സ്വാധീനമുള്ളവരാണ്. എല്ലാം അവരുടെ പരിധിയിൽ കൊണ്ടുവരുവാൻ അന്നു മുതൽക്ക് ഇന്ന് വരെ നിരന്തരമായ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഇരകളായി അന്നു മുതൽക്ക് ഈ പരിശുദ്ധ സഭ ഒത്തിരി പീഡനങ്ങളും നഷ്ടപ്പെടലുകളും വേദനകളും ഒക്കെ സഹിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പം നമുക്ക് മാത്രമാണ് വേദന ഉണ്ടായത് ഞാൻ പറയാൻ തയ്യാറല്ല. ചിലയിടങ്ങളിലൊക്കെ മറുഭാഗത്തിനും ചില തിക്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അധികം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ, 15 വയസ്സോ 14 വയസ്സുള്ളപ്പോഴാണ് മുളന്തുരുത്തി പള്ളിയിൽ അവരുടെ വിഭാഗം ഒരു കൂട്ടം ആളുകൾ വന്ന് വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ട്. ഞാനന്നൊരു കൊച്ചു ചെമ്മാച്ചനാണ്. അപ്പോൾ അന്ന് കുർബാനയ്ക്ക് കൂടുന്ന ഞാനാണ്. അപ്പോൾ കുർബാനയ്ക്ക് കൂടി പടിഞ്ഞാറോട്ട് ധൂപക്കുറ്റിയായിട്ട് വരണമല്ലോ, അത് ഇച്ചിരി ഒരു റിസ്ക്കുള്ള കാര്യമാണ്. കാരണം അവരുടെ ആൾക്കാർ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലും എൻ്റെ ധൂപക്കുറ്റി വല്ലതും പിടിച്ച് വാങ്ങിക്കുവോ ഉപദ്രവിക്കുമോ എന്നുള്ളതൊക്കെ പേടി. മധുബായിൽ നിന്ന് സീനിയേഴ്സായിട്ടുള്ള അച്ഛന്മാർക്കും ചെമ്മാച്ചന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തീയുള്ള സാധനമല്ല കയ്യിലിരിക്കണേ. അപ്പോൾ എന്നോട് നീട്ടി വീശി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അതുപോലെ നല്ല സ്പീഡിൽ വീശി തിരിച്ചു പോന്നു. അന്നേരം ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. വീണ്ടും തുബുദേൻ്റെ സമയം വന്നു. തുബുദേൻ്റെ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, തിരുമേനി അച്ചമ്മാച്ച തുബുദേൻ വായിക്കുമ്പം പെരുമ്പള്ളി തിരുമേനിയുടെ, ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പേര് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഒച്ചയുണ്ടാവും. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഭയങ്കരമായ കുറിയലായുസം വിളി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ വേണ്ടേ? പേര് വായിക്കണ്ടേ? അല്ല, പേര് വായിക്കണം. വായിക്കുമ്പം ഒച്ചത്തിൽ കുറിയലായുസം വിളിക്കും.
വലിയ ഒച്ചപ്പാടായിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ഒന്നും ഭാരപ്പെടേണ്ട, പേടിക്കരുത്, എന്താ ചെയ്യണ്ടേ, അവർ കുറിയലായി സംബന്ധിച്ച് കുറേ കഴിയുമ്പം അവരുടെ ശബ്ദമൊക്കെ ഒന്ന് അടങ്ങണ തക്കം നോക്ക്, വലിയ വായിൽ നമ്മുടെ ഭദ്രാസനം എത്ര പോലെ ഇദ്ദാമോർ ഗ്രിഗോറിയോസ് വായിച്ചോടാൻ പറഞ്ഞു. ഞാനതെല്ലാം അച്ചട്ടായിട്ട് അനുസരിച്ചു, സക്സസ്ഫുള്ളായിരുന്നു. പക്ഷേ കുർബാനയെല്ലാം കഴിഞ്ഞപ്പം കാര്യങ്ങളുടെ സ്വഭാവം മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലായി. സഹോദരങ്ങളാണ്, പള്ളിയകമാണ്, ബലിപീഠത്തിൽ വിശുദ്ധ കുർബാനയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു ബാലഹൃദയം എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മൾ കൈമാറാൻ പാടില്ല. ഇവിടുത്തെ പിതാക്കന്മാർ എത്ര മാതൃകയായിട്ടാണ് അന്ന് പെരുമാറിയത്. 250ഓളം വരുന്ന കുടുംബങ്ങൾ. അവർക്ക് മനസ്സിലായി, അവരെല്ലാം വിട്ടിട്ട് കൂടാരമിടിച്ച് ആരാധിക്കാൻ തിരഞ്ഞെടുത്തു. ഞാൻ വീണ്ടും ഓർത്തു പോകുന്നത്, അന്ന് മുളന്തുരുത്തി പള്ളി അടച്ചു. താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. 74 മുതൽ 75 76 മുതൽ 86 വരെ 10 വർഷം മുളന്തുരുത്തി പള്ളി പൂട്ടിക്കിടന്നു. ഞാൻ അച്ഛനാവുന്നതും പുത്തൻ കുർബാന ചെല്ലുന്നതും അവിടെ ഓലമേഞ്ഞ ഒരു ചാപ്പലിലാണ്. അതിനുശേഷം 2017 വിധി വന്നതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ എത്രമാത്രം ആഴത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കോവിഡിൻ്റെ അതിപ്രസരമാണ്. ഗൗണൊക്കെ ഇട്ട് മാസ്കൊക്കെ വെച്ചാണ് പോലീസും ആളുകളുമൊക്കെ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെയോ പാർട്ടിയുടെയോ ജില്ലാ കളക്ടറുടെയോ അറിയാവുന്ന പോലീസ് സൂപ്രണ്ടിൻ്റെയോ ഒന്നും ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ആരെയും കിട്ടുന്നില്ല. ബന്ധപ്പെടുന്നവർ പറയുന്നുണ്ട്, അവരിങ്ങനെ വരും, കുറേ സീനൊക്കെ ഉണ്ടാക്കും, വന്നിട്ട് പൊക്കോളും. വെളുപ്പിന് 5 മണിയായി. കുഞ്ഞുങ്ങളുണ്ടവിടെ, സ്ത്രീകളുണ്ടവിടെ, പ്രായമായവരുണ്ട്. ഏകദേശം 1500ഓളം പേര്, 4-6 മെത്രാച്ചന്മാർ, 19ഓളം വൈദികർ കോട്ട കെട്ടി ഇടവകയെ സംരക്ഷിക്കാനിരിക്കുകയാണ്. വന്ന് താഴെയിലൊക്കെ ഒന്ന് തൊട്ടും തലോടിയും പൊക്കോളുമെന്നാണ് പറഞ്ഞത്. എന്താണെന്നത് സംഭവിച്ചത് അവിടെ? മറിച്ച് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മേത്ത് വീണ അടിയുടെ നമ്പർ നമ്മളതൊന്നും അധികം പരസ്യപ്പെടുത്തിയിട്ടില്ല. കേസിന് പോയുമില്ല. കോട്ട കെട്ടി സംരക്ഷിക്കുമ്പം എല്ലാ സൈഡിലുള്ള ഗേറ്റുമൊക്കെ അടച്ചു പൂട്ടി, പുറത്തേക്ക് പോകാൻ വഴിയില്ല. അടിയോടടിയാണ്. ഒന്നും ചെയ്യാനാകാതെ കരഞ്ഞ ദിവസം. കരയാൻ പാടില്ല. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ സഹോദരന്മാരെ ചത്ത തവളയെ പിടിച്ചു പോകുന്നത് പോലെ 2 കാലിലും 2 കൈയിലും തൂക്കിയെറിയുന്ന ആ ചിത്രം, അത് മാഞ്ഞു പോകുന്നില്ല മനസ്സിൽ നിന്നും. ഒന്നല്ല 2 തിരുമേനിമാരെ. ഇത് കണ്ടപ്പോൾ നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഉറക്കെ കരഞ്ഞു. ഇത് കണ്ടപ്പോൾ അവരെ തടസ്സപ്പെടുത്താൻ ചെന്ന കുട്ടികളവരെ അവർ വളരെ മോശമായിട്ട് ആക്രമിച്ചു. ഞാനിത് അധികമെങ്ങും പറഞ്ഞിട്ടില്ല. കോടതി വിധിയാണ് പോലും. അതിനോട് ആദരവ് മാത്രമേ ഉള്ളൂ. ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞു, നാളെ 10 മണിക്ക് ഹൈക്കോടതിയിൽ ഈ പള്ളിയുടെ അപ്പീൽ വരുന്നുണ്ട്, നിങ്ങളൊന്ന് സാവകാശപ്പെടും. കേട്ടില്ല.
ആക്സസിബിലിറ്റി ഉള്ള എല്ലാവരും എവിടെയൊക്കെ മറഞ്ഞു. ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനിവിടെയാണ് ഇത്രയും വികാരാധീനനായി ഈ കാര്യം സംസാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം മിലീത്തോസ് തിരുമേനിയുടെ വേദനയ്ക്കും ഒരു പടി മുന്നിലാണ് എൻ്റെ വേദന. പ്രിയമുള്ളവരെ, അങ്ങനെ 70-കൾ ഒരു നഷ്ടപ്പെടലിൻ്റെ ജൂബിലി ആയിരുന്നു. അതൊരു തിരിച്ചുവരവിൻ്റെയും ജൂബിലിയാണ് നിശ്ചയമായിട്ടും. ഞാൻ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സങ്കടമൊന്ന് മാറ്റാൻ. എനിക്കിഷ്ടമുള്ളൊരു കൊച്ചുമോനുണ്ട്, അവൻ എഴുന്നേറ്റ് പോയല്ലോ, നമ്മുടെ ഈ എബി അച്ഛൻ്റെ മോൻ. എപ്പോഴും ഓടി വരും, ഫോട്ടോ എടുക്കും. അപ്പോൾ ഞാൻ ഒരു അച്ഛൻ്റെയൊക്കെ പാരമ്പര്യം പിന്തുടരാൻ പറ്റുന്ന ഒരാളാണെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കാണാറുണ്ട്. അങ്ങനെ ആവട്ടെ. ഞാൻ ഇന്ന് അവനോട് ചോദിച്ചു, പേരെന്നാ പുള്ളിയുടെ? അനീഷ്, അലനീഷ്. അലനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ നീ എന്നാ സെമിനാരി ചേരണേ? അപ്പോൾ പുള്ളി എന്നോട് പറയുക, അത് അച്ഛനാവണ്ടേ? അല്ല, എനിക്ക് ബാവയാവണം. അപ്പോൾ ഞാനോർത്ത് ഇനിയിപ്പോൾ എന്നെ കണ്ടിട്ടുള്ള ഇഷ്ടം തോന്നിയിട്ട് എന്നെപ്പോലെ വല്ലതും ആവാനാണോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ കാതോലിക്ക ബാവയാവാനാണോ? അല്ല, പാത്രിക്കീസ് ബാവയാവണം. അപ്പോൾ ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. പക്ഷേ പ്രശ്നം അതല്ല തിരുമേനി ബാവ, എൻ്റെ അപ്പൻ എന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ അത്രയും സംസാരമൊക്കെ ഉണ്ടായോ? പോവല്ലോ, എനിക്ക് തിരുമേനിയും ബാവയൊക്കെ ആവണമെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനത് പറഞ്ഞത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ആഗ്രഹം, ഒരു സ്പാർക്ക് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന എത്ര ആശ്വാസവും സന്തോഷവുമാണ്. അവൻ്റെ വഴി തിരഞ്ഞെടുക്കട്ടെ, അത് ദൈവനിയോഗമാണ്. എന്നാലും ഒരിഷ്ടം, ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര അച്ചടക്കത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. അവരുടെ പാട്ട് കേട്ടു, ആരാധനയിൽ എത്ര ഇമ്പമായിട്ടാണ് അവർ പാടുന്നത്. ഞാൻ ചെമ്മാച്ചനോട് ചോദിച്ചു, ചെമ്മാച്ച ഇന്നിടുന്ന കാപ്പയുടെ കളറ് ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. ഇല്ല തിരുമേനി, ആരും പറഞ്ഞിട്ടില്ല. ചോദിക്കാൻ കാരണമുണ്ട്, ഞാനിവിടെ വന്നപ്പം എൻ്റെ കാപ്പയുടെ കളർ എല്ലാവർക്കും, ലേഡീസിൻ്റെ യൂണിഫോമിന് എൻ്റെ കാപ്പയുടെ കളറാണ്. അപ്പോൾ ഞാൻ എന്തൊരു മാച്ചിങ് ആയത്, കോയിൻസിഡൻ്റലാണ്. എല്ലാം ഒത്തിരി ഭംഗിയായിരിക്കും. നിങ്ങളൊക്കെ ഒത്തിരി ഒരുങ്ങി. ഇവിടെ പറഞ്ഞതുപോലെ ഈ ജൂബിലി സമ്മേളനം അനുഗ്രഹപ്രദമാക്കാൻ ഒത്തിരി നിങ്ങൾ ത്യാഗം സഹിച്ചു, കഷ്ടപ്പെട്ടു. ഇതിൽ കണ്ണുനീരുണ്ടെങ്കിലും അവിടെ പിതാക്കന്മാരുടെ പാതയിൽ ഇത് കൂടുതൽ പ്രകാശപൂരിതമാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിൽ ഈ ജൂബിലി തികച്ചും അന്വർത്ഥമാണ്. ജൂബിലികൾ അപൂർവമായ സംഗമങ്ങളാണ് യഥാർത്ഥത്തിൽ. ഇവിടെ ആരാധനയാണ് ദേവാലയവുമായി ബന്ധപ്പെട്ട് നമ്മെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്നത്. ദേവാലയം ഒരു സ്ട്രക്ചറാണ്, എന്നാൽ അതിൽ അധിവസിക്കുന്ന, ആരാധിക്കുന്ന നമ്മളാണ് ദേവാലയത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ കാരണഭൂതരാകേണ്ടുന്നത്. ആരംഭത്തിൽ ആരാധന ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ആരാധിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം കൂടെ തന്നെയാണ്. ദൈവം കൂടെ നടക്കുകയാണ്. അവർ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ ആരാധന ഉണ്ടായിരുന്നില്ല. ആദാമും ഹവ്വായും ആരാധിക്കുകയായിരുന്നില്ല. ദൈവത്തോടൊപ്പം, ദൈവം അവരോടൊപ്പം ഉലാത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, പിന്നീടെപ്പോഴോ അവർക്ക് ആ ബന്ധം നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ തുടങ്ങുന്നു ആരാധന. ചോദിക്കുന്നുണ്ട്, നീ എവിടാ? വേർ ആർ യു? സാധാരണയുള്ള ഉലാത്തിന് വേണ്ടി വന്നതാണ്. വേർ ആർ യു? ആദമേ, ആദമേ, നീ എവിടെയാ? ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, നാടകീയമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടും അറിയാം. ഞങ്ങൾ
നഗ്നരാണ്. ഈ നഗ്നതയിൽ നിന്നുമാണ്, നഗ്നരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുമാണ് ആരാധന ആരംഭിക്കുന്നത്. പൂർവകാല സ്ഥിതിയിൽ നിന്ന് വന്ന മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ആരാധന ആരംഭിക്കുന്നു. പിന്നീട് വരുന്നുണ്ട് കായേനും ഹാബേലും. പ്രിയമുള്ളവരെ, അവിടെ ആണ് യഥാർത്ഥത്തിലുള്ള ആരാധനയ്ക്ക് തുടക്കം കുറിക്കുന്നത്, കായേനും ഹാബേലും. കാരണം ദൈവം അകന്നുപോയി അവരിൽ നിന്നും എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അകന്നു പോകുന്ന ദൈവം. ദൈവത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും അവിടുത്തെ ജനത്തെക്കുറിച്ചുമുള്ള ചിന്തിക്കുവാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ ജൂബിലി വർഷം എന്നുള്ളതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. ദൈവം വസിക്കുന്ന ഇടമാണ് ദേവാലയം. അത് ഞാനും നിങ്ങളും ഒക്കെ ചേർന്നുള്ള ആരാധനയിലൂടെ ആണ് ആ സഹവാസം നമ്മൾ ഉറപ്പാക്കേണ്ടുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ അല്പനേരം വസിക്കാൻ എനിക്കും നിങ്ങൾക്കും എത്രയോ അവസരമുണ്ട്. മടുപ്പ് കൂടാതെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിൽപ്പാൻ, ഇവിടെ വസിപ്പാൻ, ആരാധിക്കാൻ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെ എനിക്കും നിങ്ങൾക്കും ഈ ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പരമാവധി വിശുദ്ധിയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ആരാധനയിൽ നമ്മുടെ ദൈവാലയത്തിൽ പങ്കാളികളാകുന്നത്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, ചെരുപ്പൊക്കെ ഊരി. പണ്ടൊക്കെ കാലൊക്കെ കഴുകണമായിരുന്നു, കാരണം മണ്ണിൽ ചവിട്ടുന്ന രീതി ഇപ്പോൾ ഇല്ലല്ലോ. ഒന്ന് നമുക്കെല്ലാവർക്കും പാദരക്ഷയുണ്ട്. പിന്നെ പാദരക്ഷയുണ്ടെങ്കിൽ നടക്കുന്ന വഴിയിലെല്ലാം ടൈൽസ് ഇട്ടിരിക്കുന്നു. പണ്ടകാലത്തൊക്കെ ദൈവാലയത്തിൻ്റെ മുറ്റത്ത് ഒരു കിണറൊക്കെ ഉണ്ടാവും. അവിടെ പോയി ബക്കറ്റിൽ വെള്ളം കോരി കാലൊക്കെ കഴുകിയിട്ട് വേണം പള്ളി അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട്. ബാഹ്യമായ ശുദ്ധീകരണം ആവശ്യമാണ്. ദേവാലയത്തിൽ വരുമ്പോൾ മുഷിഞ്ഞ വസ്ത്രമിട്ട് വരാൻ പാടില്ല. പിള്ളേർ ജീൻസ് ധരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, വൃത്തികേടായിട്ട് ധരിക്കാതിരുന്നാൽ മതി. പിന്നെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കീറിപ്പറിച്ച് വെച്ച് ശരീരത്തിൻ്റെ കുറേ ഭാഗം കാണത്തക്കോണമൊക്കെ ജീൻസ് ഇട്ടുകൊണ്ട് അതൊന്നും പള്ളിയിൽ പാടില്ല. കുർബാനയ്ക്ക് വരുമ്പോൾ ഒരു ഇൻഫോർമൽ ഡ്രസ്സിൽ വരാൻ പാടില്ല. അത് വിശുദ്ധ ആരാധനയോടുള്ള ഒരു അവഹേളനമായിട്ട് കണ്ടുപോയേക്കാം. അതിനൊരു മാറ്റം ഉണ്ടാവണം. ക്ലബിൽ പോകുമ്പോഴും ജിമ്മിൽ പോകുമ്പോഴും സിനിമാ കോട്ടയിൽ പോകുമ്പോഴും അതുമല്ലെങ്കിൽ അതുപോലുള്ള കാഷ്വൽ വയറിട്ട് പോകുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരിക്കലും ദേവാലയത്തെ കാണാൻ പാടില്ല. ഇന്ന് നിങ്ങളെല്ലാവരും എത്ര സുന്ദരന്മാരും സുന്ദരികളുമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എത്ര വെടിപ്പോടും എത്ര വിശുദ്ധിയോടും ഒക്കെയാണ് നിങ്ങളിരിക്കുന്നത്. ഓരോ ആരാധനകളിലും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കണം കൂടി വരേണ്ടുന്നതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിട്ട്, സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ വീണ്ടും ഹാബേലിലേക്കും കായേലിലേക്കുമാണ് പോകുന്നത്. എൻ്റെ കുറ്റം ഞാൻ തിരിച്ചറിയാൻ തയ്യാറാണോ എന്നുള്ളതാണ്. രണ്ടുപേരും ആരാധിക്കുന്നുണ്ട്, രണ്ടുപേരും ദേവാലയത്തിൽ പോകുന്നുണ്ട്. എന്നാൽ കുറ്റങ്ങൾ അവരൻ്റേതായിട്ട് വ്യാഖ്യാനിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമാണ് പലപ്പോഴും നമ്മളുടെ ബലഹീനതയിൽ ശ്രമിക്കാറുള്ളത്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ അകലമുണ്ടായതാണ് ആരാധനയുടെ ആരംഭം. ദൈവത്തിനും മനുഷ്യനുമിടയിൽ അകലമുണ്ടായതാണ് ആരാധനയുടെ ആരംഭം. അതുകൊണ്ട് തന്നെ ഈ ആരാധന ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ളതായ അകലം കുറയ്ക്കുന്നതിനുള്ളതായ ആത്മീയ ചങ്ങലയായി, ശൃംഖലയായി അത് നമ്മൾ മാറ്റിയെടുക്കണം. യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇമ്മാനുവൽ. ഇവിടെ ആരാ അകന്നു പോകുന്നത്? ദൈവം തന്നെയല്ലേ അന്വേഷിച്ച് വന്നത്. ജോർജ് വാഷിങ്ടൺ, അദ്ദേഹം എബ്രഹാം ലിങ്കൻ്റെ കാലത്ത് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യുദ്ധം തുടങ്ങാൻ പോവാണ്. അവ പട്ടാളത്തിൻ്റെ ചീഫ് കമാൻഡേഴ്സൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
എബ്രഹാം ലിങ്കൺ വളരെ വിഷണ്ണനാണ്, വലിയൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചീഫ് കമാൻഡർ ചോദിച്ചു, ഉന്നത ഉദ്യോഗസ്ഥൻ ചോദിച്ചു, അങ്ങെന്തിനാണ് വിഷണ്ണനായിട്ടിരിക്കുന്നത്? ദൈവം നമ്മോട് കൂടെയില്ലേ? എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പമാണോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അവിടെയാണ് അകലം സംഭവിക്കുന്നത്. ദൈവത്തിൽ നിന്നും മനുഷ്യനകന്നു പോകുന്നത് കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കൂടെയുള്ള ദൈവത്തോടൊപ്പം നടക്കുന്നതിന് വേണ്ടിയാണ് ആരാധനയിൽ കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതം നയിക്കുവാൻ പിതാക്കന്മാർ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നാം ഇന്നും ദൈവത്തിൽ നിന്നും അകലം പാലിച്ചൊളിഞ്ഞിരിക്കുകയാണോ? ഇന്നെല്ലാവരും പള്ളിയിലൊന്നും വരാറില്ല. ചെറുപ്പക്കാർ ഇന്ന് കുറച്ചാണ് പള്ളിയിൽ വരുന്നത്. രാവിലെ എഴുന്നേക്കാൻ പലർക്കും മടിയാണ്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒളിഞ്ഞിരിക്കുവാനും അകന്നിരിക്കുവാനും അകലം പാലിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നുണ്ട്. എന്നോട് നിങ്ങൾ വിയോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ പുറത്തു വരാൻ നിർബന്ധിക്കരുത് എന്ന് ആദമും ഹവ്വായും പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ നഗ്നരാണ്, ഞങ്ങളെ പുറത്തു വരാൻ നിർബന്ധിക്കരുത്. അത്രമേൽ അകന്നിരിക്കുന്നു. ഈ അകലത്തെക്കുറിച്ചുള്ളതായ ബോധ്യത്തിലാണ് ഒരു തിരിച്ചുവരവ് ആവശ്യമായിരിക്കുന്നത്. ആ തിരിച്ചുവരവിലേക്ക് ഇതുപോലുള്ള ജൂബിലി സന്ദേശങ്ങൾ നമ്മെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും ഒത്തിരി ദൂരത്തായി സഞ്ചരിക്കുന്ന അനേകർ ക്രിസ്ത്യാനികളായി സുറിയാനിക്കാരായി നമുക്കിടയിലുണ്ട്. ഈ ദൂരപരിധി വർദ്ധിക്കുമ്പോഴാണ് ദൈവാലയം കച്ചവട സ്ഥലമായി മാറ്റപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മോട്ടിയച്ചൻ ഒരു അനുഗ്രഹീത സന്ദേശം നൽകുകയുണ്ടായി വൈദികർക്ക്, അഖിലം മലങ്കര വൈദിക യോഗത്തിൽ. നമ്മുടെ കർത്താവിനെ ഇത്ര ദേഷ്യത്തിൽ കണ്ട മറ്റൊരവസരം ഉണ്ടായിരുന്നില്ല. ദേവാലയത്തിൽ വന്നപ്പോൾ മൊത്തം തകർത്ത് കളഞ്ഞു. ശാന്തനായ സ്നേഹത്തിൻ്റെ പ്രതീകമായ എല്ലാവരോടും ക്ഷമിക്കുന്ന കർത്താവിൻ്റെ സകല ക്ഷമയും കെട്ടുപോയി. അവിടെ പ്രാവുകളെ വിൽക്കുന്നു, ആടുമാടുകളെ വിൽക്കുന്നു, നാണയം മാറുന്നു, മണി എക്സ്ചേഞ്ച് തുടങ്ങിയ എല്ലാ പരിപാടിയുണ്ട്. ദേവാലയത്തിനകത്തും പുറത്തും സ്ഥലമില്ല. അപ്പം മൊത്തം അങ്ങ് കൈയടക്കി വയ്ക്കുക. അപ്പോൾ ഈ മോട്ടീവ്സിന് അവർ കാര്യം പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു. ഇതിനൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ റോമൻ ചക്രവർത്തിയുടെ തലയുള്ള കോയിൻ ഇടാൻ പാടില്ല ഭണ്ഡാരത്തിൽ. അപ്പോൾ അതിൻ്റെ പേര് ശേഖരം അങ്ങനെ വേറൊരു അതെ, ആ ഒരു നാണയം അത് മാറും ഇവിടെ. അപ്പോൾ അത് മാറുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വരുമാനം. മറ്റേ പൈസ അവർ വാങ്ങിക്കും. യഥാർത്ഥത്തിലുള്ള എല്ലായിടത്തും സെല്ല് ചെയ്യാൻ പറ്റുന്ന പൈസ അവർ വാങ്ങിച്ചിട്ട് ഇവിടെ മാത്രം ഇടാൻ പറ്റുന്ന നാണയം കൊടുക്കും. അതുപോലെ തന്നെ ഈ പ്രാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിവർ കൊണ്ടുവരും വീട്ടിൽ നിന്നേ. കോഴീനെയൊക്കെ നമ്മൾ ആടിനെയും പശുവിനെയൊക്കെ ചിലപ്പോൾ കിടാവിനെയൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ ഈ നമ്മുടെ ഈ ആദ്യബലത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റോക്ക് ഉള്ളവരൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള മേലാളന്മാരവിടെ പാർട്ടികൾ അവർ ധാരണയുണ്ട്, ഈ ഊനമില്ലാത്തത് വേണമല്ലോ വഴിപാടർപ്പിക്കാനായിട്ട്. അങ്ങനെയാണല്ലോ പ്രമാണം. അപ്പം മനുഷ്യന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എല്ലാത്തിനും ഊനമുണ്ട്, അതൊന്നും പെർഫെക്റ്റ് അല്ല. പിന്നെ എന്താ വഴി? അവിടെ വിൽക്കണ സാധനങ്ങളുണ്ട്, അത് വാങ്ങിച്ചോളണം. അപ്പോൾ അതെല്ലാം ഒരു വരുമാന മാർഗമായി അതിൻ്റെ ആ ഷെയർ പറ്റുന്ന ധാരാളം ആളുകളൊക്കെ അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടിയ അല്ലെങ്കിൽ ഒരു മറ്റൊരു ചിന്തയോടുകൂടിയ അനുഭവത്തിൽ നിന്നുമാണ് ഇതിപ്പം ദേവാലയത്തിനകത്തുള്ളതൊക്കെയാണ് ഈ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെയാണ്. ഇപ്പം അത് പോയിട്ട് ദേവാലയം തന്നെ അടിച്ചു മാറ്റുവാണ്. അന്ന് ഈ ആടും പശുക്കളും പ്രാവും എക്സ്ചേഞ്ചും ഒക്കെ മറിച്ചിട്ടുള്ളൂ. ഇന്നത്തെ സ്ഥിതി അതാണോ? ഇന്ന് മൊത്തം
ദേവാലയം പോലും പിടിച്ചു കൊണ്ടുപോകുന്ന ആരാധിക്കുന്ന വിശ്വാസികളെ ബലമായി പിടിച്ചു മാറ്റി അവർ റോട്ടിൽ കൊടയുടെ ചുവട്ടിൽ പോരുവെയിലത്തെ കുർബാന അർപ്പിക്കുന്നു. ഉടമസ്ഥരും അവകാശികളും അവകാശപ്പെട്ടവരും ടാക്സ് അടച്ചവരും പള്ളി പണിതവരും അത് മെയിൻറ്റെയിൻ ചെയ്തവരും റോട്ടിൽ. കർത്താവിൻ്റെ കാലത്തെ അതിൽ നിന്നും എന്ത് മാറ്റമാണ് സംഭവിച്ചേക്കണതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇതെല്ലാം ദേവാലയത്തുള്ള അവഹേളനമാണ്. ഇതെല്ലാം ദൈവത്തോടുള്ള അവഹേളനമാണ്. ഇത് ആരാധനയോടുള്ള അവഹേളനമാണ്. അത് തിരിച്ചറിയണം. സഹോദരങ്ങൾ തിരിച്ചറിയണം. അവിടെയാണ് എത്ര വലിയ തെറ്റാണെങ്കിലും ലോകത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ ശരിയാണെങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ലോകത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ ശരിയാണെങ്കിലും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റാണ്. തെറ്റാവർത്തിക്കരുത്. ഓരോരുത്തരും താങ്കളുടെ അവകാശത്തിലേക്ക് തിരികെ പോകണമെന്നാണ് ജൂബിലി വർഷം യഹോവയായ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. അന്യായമായി പിടിച്ചെടുത്തത് അവകാശികൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ജൂബിലി വർഷം. നമ്മളാരെയും പിടിച്ചു പറിച്ചിട്ടില്ല. നമ്മളുടെ എല്ലാം പിടിച്ചു കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ജൂബിലി വർഷം അന്യായമായി പിടിച്ചെടുക്കുന്നത് ശരിയായിരുന്നു എന്നുള്ളത് അങ്ങനെ പിടിച്ചെടുക്കുന്നവർ ആര് തന്നെയായാലും അവരാണ് ചിന്തിക്കേണ്ടുന്നത്. കായേനിൻ്റെയും ഹാബേലിൻ്റെയും കാലത്ത് എന്തായാലും ആരാധന ആരംഭിച്ചു. ഒരാൾക്ക് മാത്രമാണ് ആത്മാർത്ഥമായ ആരാധന അർപ്പിക്കുവാൻ സാധിച്ചത്. രണ്ടുപേരും വഴിപാട് അർപ്പിച്ചല്ലോ. ഹാബേൽ അർപ്പിച്ച ബലിയുടെ ആടിൻ്റെ മാംസത്തിന് കൊഴുപ്പ് കൂടിയതുകൊണ്ടാണോ കർത്താവ് അതിൽ പ്രീതിപ്പെട്ടത്? നെവർ. അങ്ങനെയല്ല. കയേനും ഹാബേലും ബലി അർപ്പിച്ചു. ഒരാൾക്ക് മാത്രമാണ് ആ ആരാധന, ആ സമർപ്പണം സമ്പൂർണ്ണ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിച്ചത്. മറ്റേയാൾക്ക് ഉണ്ടായിരുന്നത് ആ സമ്പൂർണ്ണ മനസ്സോ സമ്പന്ന മനസ്സോ ആയിരുന്നില്ല. ഈഗോയിസ്റ്റിക് ആയിരുന്നു, അസൂയായിരുന്നു, സഹോദരനോടുള്ള പക, അവനോടുള്ള വെറുപ്പ്, വിദ്വേഷം. അതാണ് ഇവിടെയും നമ്മൾ രണ്ട് ആരാധനയെ കാണുന്നുണ്ട്. ഇതൊക്കെ മതി എന്നുള്ളതാണ് കായേനിൻ്റെ ചിന്ത. ഇതിലൊക്കെ പ്രസാദിച്ചാൽ മതി, ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ കൊടുക്കാൻ തയ്യാറുള്ളൂ. കൊടുക്കാൻ, മനസ്സ് മുഴുവനും കൊടുക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യരായി വിശ്വാസികൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ജൂബിലി നമ്മെ ക്ഷണിക്കുന്നത് മുഴുവനും മനസ്സോടെ, നിറമനസ്സോടെ കൊടുക്കുവാനുള്ള, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള അനുഭവത്തിലേക്കാണ്. അവിടെ കയന് ഒരവസരം കൊടുക്കുന്നുണ്ട് കർത്താവ്. കാരണം അവൻ്റെ മനസ്സിങ്ങനെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരനെ എങ്ങനെയും തീർക്കണം. അതവൻ്റെ മനസ്സിനെ വല്ലാണ്ട് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴും ക്രിസ്തു പറയുന്നുണ്ട്, എടാ നിനക്കൊന്നുകൂടി നന്നായി ചെയ്തുകൂടെ? ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നിനക്ക് ആരാധിച്ചുകൂടെ? ഒന്നുള്ള മെച്ചപ്പെട്ട രീതിയിൽ നിനക്ക് വഴിപാട് അർപ്പിച്ചുകൂടെ? നിനക്കും രക്ഷപ്പെടാമല്ലോ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു എന്ന് ക്രിസ്തു അവന്, യഹോവയായ ദൈവം അവനോട് പറയുന്നുണ്ട്. അവൻ കേൾക്കാൻ തയ്യാറായില്ല. പ്രിയമുള്ളവരെ, മാറി നിന്നിട്ടായാലും അല്പം അകലെ മാറി നിന്നിട്ടായാലും ഒന്ന് നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ അകലെ നിന്നും അടുത്തു നിന്നും എല്ലാറ്റിനെയും വിമർശിക്കുന്ന, എല്ലാറ്റിനോടും പുച്ഛമുള്ള
എല്ലാറ്റിനോടും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളും ഈ ആരാധനയിൽ ആരാധിക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ അകലമാറി നിന്നുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. നമ്മുടെ സഭ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ഇടവകകൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെക്കുറിച്ചൊരു നല്ല വാക്ക്, ഒരു കൈത്താങ്ങൽ അത് കൊടുത്തില്ലേലും വേണ്ടില്ല. ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഒന്ന് പ്രചരിപ്പിക്കുവാൻ, സമൂഹത്തെ അറിയിക്കുവാൻ, പ്രസിദ്ധിക്ക് വേണ്ടിയല്ല. സഭയും സഭയിലെ പിതാക്കന്മാരും വൈദികരും വിശ്വാസി സമൂഹവും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നിറാമുകൾ പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ 100-700 ഭവനങ്ങൾ, കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. 3.5 വർഷം കൊണ്ട് 7 വീടുകൾ അവർ പണിത് കൊടുത്തു. ആ ഇടവകയിൽപ്പെട്ട നിർമ്മാണം തുടങ്ങി പൂർത്തിയാക്കാനാവാത്ത വീടുകൾ, സ്ഥലമുണ്ട് വീട് പണിയാൻ പണമില്ലാത്ത വീടുകൾ. ഒരു ഭവനം തുടങ്ങി വെച്ചു, തീർക്കാൻ പറ്റിയില്ല. ആ ഒരു വീടിന് 17 ലക്ഷം രൂപയാണ് പള്ളിക്കാർ മുടക്കിയത്. ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി. കുറച്ച് പേർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം അതിൽ പ്രസാദിച്ചു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അതിങ്ങനെ ഒത്തിരി കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുന്നത്? കാരണം നമ്മൾ ആരാധനയിൽ നിന്നും അകന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നു. ഇനി ഞാൻ പ്രസംഗം നീട്ടിക്കുന്നില്ല, വോട്ട് വൈകിട്ട് തുടങ്ങി. കാരണം 4 മണിക്കൊക്കെ എഴുന്നേറ്റവരാ. അതുകൊണ്ട് നിങ്ങളുടെ ഈ സഹനത്തെ ഞാൻ ഇനിയും പരീക്ഷിക്കാൻ തയ്യാറല്ല. 3 കാര്യങ്ങൾ ഈ ജൂബിലി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. 1, നീ എവിടെയാ? വേർ ആർ യു? വീട്ടിൽ നിന്നും ദേവാലയത്തിലേക്ക് പോന്നിട്ടുണ്ട്, പക്ഷെ നീ എവിടെയാ? അതൊരു നമ്മോടുള്ള നല്ലൊരു ചോദ്യമാണ് ഈ ജൂബിലി വർഷം. നമുക്ക് ദേവാലയത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിനക്ക് നന്നാവാൻ സാധിക്കുമെന്ന് ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ഇന്ന് പലരും ഒടുന്നനെ അങ്ങ് മരിക്കുകയാണ്, അല്ലെങ്കിൽ തീർക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടമായി മാറിപ്പോയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ ജൂബിലി വർഷം നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഒരു തീർത്ഥാടനമായി യാത്ര തുടരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനുള്ളതായ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച പൂർവ്വപിതാക്കന്മാരെ ഈ സമയത്ത് ഓർക്കുന്നു. അവർക്ക് ഉയർത്തിപ്പിടിച്ച ആ വിശ്വാസവും സംഹിതകളും നമുക്കും ചേർത്ത് പിടിക്കാം. അങ്ങനെ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗം വിശ്വാസ വഴികളിലൂടെ സഞ്ചരിച്ച് അത് സമൂഹത്തോട് നമുക്ക് പ്രഖ്യാപിക്കാം. നന്മ ചെയ്യുന്നതിൽ കുറവ് വരാതിരിക്കാൻ ശ്രദ്ധയുള്ളവരായി ഒരിടവക എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ, ഈ ഐക്യം ഇത് എന്നും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും പ്രത്യേകിച്ച് എനിക്ക് നൽകിയ സ്വീകരണത്തിനുമൊക്കെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ സഭയോടുള്ള കരുതലിൻ്റെയും സഭയുടെ സ്നേഹത്തിൻ്റെയും പ്രതീകമായി അതെല്ലാം ഞാൻ ശിരസ വിനയത്തോടുകൂടി ഏറ്റുവാങ്ങുന്നു. സാജനച്ചൻ മനോഹരമായി ഗാനം എഴുതി, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാടി, എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇത്രയും അനുഗ്രഹകരമായ നിലയിൽ ഈ ജൂബിലി സമാപനം അനുഗ്രഹകരമാക്കി തീർത്തതിൽ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിമാരെ, എല്ലാറ്റിനും നേതൃത്വം കൊടുത്ത അഭിവന്ദ്യ പിതാവായ
ഭദ്രാസന മെത്രാപ്പോലീത്ത, ഇടവകയിലെ ട്രസ്റ്റീസ്, കമ്മിറ്റി മെമ്പേഴ്സ്, ഭക്തസംഘടനാ ഭാരവാഹികൾ, ഇതിൻ്റെ ജനറൽ കൺവീനർ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ജൂബിലി വർഷത്തെ പ്രഖ്യാപനങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തുടർന്നും കർമ്മ പദ്ധതികളിലൂടെ മനുഷ്യരുടെ ഇടയിൽ കൂടാരമിടിച്ച് പാർക്കാൻ തക്ക വിധം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.